ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ കള്ളപ്പം അതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് 2 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 3 സ്പൂൺ അരിപ്പൊടിയാണ് കപ്പ് കാച്ചാൻ എടുക്കുന്നത്. 3 സ്പൂൺ അരിപ്പൊടിയും 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ കപ്പ് കാച്ചിയെടുക്കുക. അത് തണുത്ത ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിടുക. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങ ചേർക്കുക. പിന്നെ 2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പം എങ്ങനെ പോയാലും 2 കപ്പ് വെള്ളം എടുക്കുക. ഈ പ്രാവശ്യം എനിക്ക് 2 കപ്പിന് പകരം ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വന്നു. അത് ഞാൻ ചേർത്ത് കൊടുത്ത തേങ്ങ ഇച്ചിരി കൂടുതലായിപ്പോയി. അത് സാരമില്ലായിരുന്നു, നല്ല സോഫ്റ്റ് അപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് സ്പൂണിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് 2 കപ്പിന് 2.5 കപ്പ് വെള്ളം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് മിക്സിയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 to 10 മിനിറ്റ് അരച്ചെടുക്കുക. അപ്പം ഇതൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റുക, കാരണം ഇത് ഫെർമെൻ്റ് ആയിട്ട് പൊങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. രാവിലെ വയ്ക്കുമ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വരും. അത് ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രമോ 2 സൈഡോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ സോഫ്റ്റ്നെസ് ആണ് ഇവിടെ ഏറ്റവും നല്ലത്, കാരണം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നല്ല സോഫ്റ്റായ അപ്പം നിങ്ങൾക്കിത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. തലേന്ന് അരി കുതിർക്കാനോ മാവ് അരയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട. ഇതുപോലെ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റാണ്, നിങ്ങൾക്കിത് കണ്ടാലേ അറിയാം. പിന്നെ ഒരു സൈഡ് മാത്രം ഇഷ്ടമുള്ളവർക്ക് ഒരു സൈഡ് മാത്രം പാത്രം വെച്ച് അടച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.